അതിനകത്ത് വരുന്ന കുട്ടികൾ അങ്ങനെ ജീവിച്ചോളും. അതൊന്നും കുഴപ്പമുണ്ടാവില്ല. അവരങ്ങ് ജീവിക്കുകയും ചെയ്യും, സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യും. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രൈവസി എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്. അത് നിങ്ങൾക്ക് എൻ്റെ അടുത്ത ഈ ജൻ കുട്ടികൾക്ക് മനസ്സിലാവുമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾക്ക് പ്രൈവസി എന്നുണ്ട്. നിങ്ങൾ മനസ്സിന് സ്വസ്ഥമായിട്ട് ആരും നിങ്ങളെ ഉപദ്രവിക്കാതെ മൊബൈലുകളൊന്നും ഇല്ലാതെ ഒരു ലോകത്ത് നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കും. പക്ഷെ പറ്റൂല. കാരണം നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബർത്തിൽ തന്നെ നിങ്ങളുടെ ബോഡിയിൽ നാനോ സെല്ലുകൾ ചിപ്പ് ചെയ്യപ്പെട്ടിരിക്കും. ആ ചിപ്പ് ചെയ്യപ്പെട്ടിരിക്കണ നിങ്ങൾ ഏത് കാട്ടിനകത്ത് ഒളിച്ചാലും ഭൂമി തുറന്ന് 300-500 മീറ്റർ അടിയിൽ പോയിരുന്നാൽ പോലും നിങ്ങളെ കണ്ടുപിടിക്കും. അത്രയ്ക്ക് ടെക്നോളജി വളരും. അപ്പം നിങ്ങൾക്ക് ഒരിക്കലും ഒരു അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ഈ വീഡിയോ ഇരുന്നിട്ട് ഇപ്പോൾ ഇവിടെ ചെയ്യണമെന്നുള്ളത് പറയണമെന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ വാടക വീട്ടിൽ ഇരുന്ന് ചെയ്യുകയാണ്. ഇപ്പോൾ കുടുംബം എൻ്റെ കൂടെ ഇല്ല, അവരെ മറ്റൊരിടത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഈ പ്രൈവസി ആയിട്ട് ചെയ്യണത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു അടുത്ത അതായത് ഇസഡ്ജൻ ജനറേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ട്രേസ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യണത് തന്നെ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് കണ്ടുകൊണ്ടിരിക്കും. കാരണം എൻ്റെ ബോഡിയുടെ ബ്ലഡിനകത്തോ സെല്ലിനകത്തോ എവിടെയെങ്കിലും ചിപ്പ് ഓഫ് ലെവൽ. എന്താണ് ചിപ്പ് എന്നുള്ളത്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചിപ്പല്ല വേണ്ടത്. ഓരോ മൈക്രോൺ ക്യാമറകൾ അങ്ങനെ പറയാം. അതായത് ഒരു നാനോ സെല്ലിനെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് 50 ലക്ഷം മായിട്ട് ഡിവൈഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പോലും 50 ലക്ഷം ഒരു നാനോ ചിപ്പ്, ഒരു നാനോ മൈക്രോൺ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിന്റെ എത്രയോ മടങ്ങ് വലിപ്പം കുറവാണ്. അതിനെ 1 ലക്ഷമായിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് വെക്കൂ. അങ്ങനെയുള്ള മൈക്രോ ചിപ്പുകൾ നമ്മുടെ ബോഡിയിലോട്ട് അപ്ഡേറ്റ് ചെയ്ത് വിടുന്ന കാലമൊക്കെ ചിലപ്പോൾ വന്നേക്കും എന്നല്ല വരും. അപ്പോൾ നിങ്ങൾക്ക് പ്രൈവസി കിട്ടില്ല. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്താലും മറ്റുള്ളവർ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടം വരുമ്പോഴത്തേക്ക് ആ ജൻ അങ്ങനെ ജീവിക്കും. കാരണം അവർക്ക് അത് ഓക്കെയാണ്. അവർ ചിലപ്പോൾ അതിന് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കണ്ടെത്തിയിരിക്കാം. പക്ഷെ വേറൊരാൾക്ക് നമ്മൾ ക്രോസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലോകം. അപ്പൊ വേറൊരാൾ അതിന്റെ അടുത്തത് കണ്ടുപിടിക്കുക. അതാണ് ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്. കണ്ടുപിടിക്കുന്ന ഒരു ലോകത്തായിരിക്കും ജീവിക്കില്ല. പക്ഷെ ഈ ജൻ ഏറ്റവും വലിയ ലക്കി ജെന്നാണ്. 2010 മുതൽ 2010 മുതൽ 2035 വരെ ജീവിക്കുന്ന ജൻ. ഇത് ഞാൻ എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് പറയുന്നത്, പുതിയ തലമുറയിലെ കുട്ടികൾ, അതായത് ഇപ്പോൾ ഒരു 20-25 വയസ്സിന് താഴെയും ഇനി ജനിച്ച് ഒരു 10 വർഷം കഴിയുമ്പോൾ 10 വയസ്സെത്തുന്ന കുട്ടികൾക്കൊക്കെ തന്നെയും വമ്പൻ ലോട്ടറിയാണ്. നിങ്ങളെല്ലാം എൻ്റെ പ്രിയ പുതിയ വൈജൻ കുട്ടികളെ, നിങ്ങളെല്ലാം രാജയോഗത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പക്ഷേ 90, 80, 70 കാലഘട്ടവും നമ്മുടെ ഇന്നത്തെ